ഹലോ എവരിവൺ, എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ SSC CHSL 2024 ക്രാഷ് കോഴ്സ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അതിൽ ഇതിനോടകം നമ്മൾ അരിത്തമെറ്റിക്കിലെ എല്ലാ ചാപ്റ്റേഴ്സും കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞു. നമുക്ക് ട്രിഗണോമെട്രി അഡ്വാൻസ് മാത്സിലേക്ക് കടക്കാം. അഡ്വാൻസ് മാത്സ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അഡ്വാൻസ് മാത്സിലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക് ക്ലാസ്സുകൾ ഞാൻ എന്നും പറയുന്ന പോലെ നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്യുക, ട്രിഗ്നോമെട്രി ദിശ അക്കാഡമി എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വലിയ ക്ലാസ്സുകൾ, എല്ലാ ഫോർമുലാസും എല്ലാം ഉള്ള ക്ലാസ്സുകൾ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട്. അത് രണ്ടും മസ്റ്റായിട്ടും കണ്ടിട്ടില്ലാത്തവർ കാണുക. ഓക്കെ, അപ്പോൾ ഇത് ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്, എല്ലാ കോഴ്സുകളും അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇത് CHSL കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ്. യെസ്, ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഇഫ് tan 2a ഈക്വൽ ടു കോട്ട് ഇത്രയും, വാട്ട് ഈസ് വാല്യൂ ഓഫ് എ? അപ്പം ഞാൻ ഈ എക്സാമിന് പോവുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 44 കഴിഞ്ഞു. ഈ ക്വസ്റ്റ്യൻ എന്തില്ല, ഇത് പേന വേണ്ട, ഒന്നും വേണ്ട. അപ്പം ഇവിടെ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ടാൻ എ ഈക്വൽ ടു കോട്ട് ബി ആവണമെങ്കിൽ എന്തായിരിക്കണം കണ്ടീഷൻ? a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 90 ഡിഗ്രി. അതുപോലെ തന്നെയാണ് സൈൻ എ ഈക്വൽ ടു കോസ് ബി, അതേപോലെ കൊസീക്ക് എ ഈക്വൽ ടു സീക്ക് ബി. അപ്പോൾ ഇങ്ങനെയൊക്കെ ആവണമെങ്കിൽ എന്തായിരിക്കും? സൈൻ ഈക്വൽ ടു കോസ് ബി, കൊസിക്ക് ഈക്വൽ ടു സീക്ക് ബി. അപ്പോൾ ഇതൊക്കെ ആവണമെങ്കിൽ എന്തായിരിക്കണം? a പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 90 ആയിരിക്കണം. a പ്ലസ് ബി 90 ആണെങ്കിൽ ടാൻ ഈക്വൽ ടു കോട്ട് ബി ആയിരിക്കും, സൈൻ ഈക്വൽ ടു കോസ് ബി ആയിരിക്കും, കൊസിക്ക് ഈക്വൽ ടു സീക്ക് ബി ആയിരിക്കും. അപ്പോൾ ഇവിടെ a പ്ലസ് ബി എന്താണ്? 90 ആണ്. എക്ക് വരാൻ ഇവിടെ കൊടുത്തേക്കുന്നത് 2a ആണ്. 2a പ്ലസ് 46 മൈനസ് എ, 2a മൈനസ് എ വരും. a പ്ലസ് 46 ഈക്വൽ ടു 90 ആണ്. അപ്പോൾ a എന്ന് പറഞ്ഞാൽ 90 മൈനസ് 46 44 ഡിഗ്രി. അതിന് ആരും പേന എടുക്കാൻ പാടില്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കേ. ഇപ്പോൾ 2 കോമൺ എടുക്കുക. 2 കോമൺ എടുത്ത് വെട്ടിക്കളയുമ്പോൾ എന്ത് കിട്ടും? സൈൻസ് തീറ്റ പ്ലസ് സൈൻസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ. 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു ക്ലാസ്സുകളിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ക്ലാസ് മസ്റ്റായിട്ടും കാണുക. ട്രിഗണോമെട്രി ദിശ അക്കാഡമി സെർച്ച് ചെയ്യുക. അതിലെ കംപ്ലീറ്റ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞിട്ടുള്ള 2 വീഡിയോസ് അത് കണ്ടു കഴിഞ്ഞാൽ എല്ലാ ഫോർമുലാസും നിങ്ങൾക്ക് അതിൽ നിന്നും മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ സൈൻ തീറ്റയുടെ വാല്യൂ 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ, സൈൻ തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. ഇതൊക്കെ മൈൻഡിലാണ്. ഇപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണെന്നും റേഷ്യോ ആണെന്നും ഉള്ള കാര്യങ്ങളെല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈൻ തീറ്റ ഈക്വൽ ടു കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് 2 ഇങ്ങ് കോമൺ എടുക്കാം. 2 കോമൺ എടുക്കുമ്പോൾ കോസ് റേസ് ടു 4 തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? കോസ് സ്ക്വയർ തീറ്റയാണ് സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൻസർ 2 ആണ്. 2 ആണ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റയാണ്. അപ്പോൾ കോസ് റേസ് 4 എന്ന് പറഞ്ഞാൽ എന്താവും? ഇതിൻ്റെ സ്ക്വയർ ചെയ്യുക. അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യണം. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ എന്ന് വരും. സൈൻ സ്ക്വയർ തീറ്റ അധികം എസ് സ്ക്വയർ എന്ന് എഴുതുന്നുള്ളൂ. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റയുടെ വാല്യൂ എന്താ അവിടെ കിട്ടുന്നത്? 2 കോമൺ എടുത്ത് വെട്ടിക്കളയുമ്പോൾ സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 ആണ്. 2 × 1 2 എന്ന് കിട്ടും. ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യണം? നിങ്ങൾ പേന എടുക്കാതെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യണം. എങ്ങനെ പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നത്? ഇപ്പോൾ 2 ഇങ്ങ് കോമൺ എടുത്തു. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഇവിടെ 2 തരത്തില്ലായിരുന്നു. ജസ്റ്റ് ഇവിടെ 1 ആണെങ്കിൽ ഇതിൻ്റെ വാല്യൂ എത്ര ആയിരിക്കും? 2 ഇല്ലെങ്കിൽ 1 ആയിരിക്കും. അതിനെ നമ്മൾ മോഡിഫൈ ചെയ്യുമ്പോൾ എന്ത് വരും? ഒരു 2 കൊണ്ട് ഗുണിച്ചു. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ഇത് 5 കൊണ്ടായിരിക്കും ഗുണിക്കുന്നത്. അപ്പോൾ 5 കോമൺ ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പോൾ സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റയുടെ വാല്യൂ 1 ആണ്. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് സ്ക്വയർ തീറ്റ ആണ്. ഇപ്പോൾ 2 കോമൺ എടുത്താൽ 2 × സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ തീറ്റ ആണ്. 2 × 1 ആണ് ആൻസർ. ഈ ക്വസ്റ്റൻ എന്ത് ചെയ്യണം? ഇതും പേന എടുക്കാതെ ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ്പ്രഷൻ 3 sec സ്ക്വയർ തീറ്റ ടാൻ സ്ക്വയർ തീറ്റ ടാൻ 6 തീറ്റ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ തരുമ്പോൾ ഓപ്ഷൻ നോക്കുക. ഓപ്ഷനകത്ത് തീറ്റ എന്ന് പറയുന്ന സംഭവമേ ഇല്ല. അതിൻ്റെ അർത്ഥം എന്താണ്? തീറ്റയ്ക്ക് ഏതെങ്കിലും വാല്യൂ കൊടുത്ത് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഡിനോമിനേറ്റർ വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇൻഫിനിറ്റി വരും എന്നുള്ള പ്രശ്നമില്ല. അപ്പോൾ ഇവിടെ എന്താ? നമുക്ക് തീറ്റയ്ക്ക് 45 കൊടുക്കാം. അപ്പോൾ തീറ്റയ്ക്ക് 45 കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ എന്ത് കിട്ടും? 3 × sec 45 എന്ന് പറഞ്ഞാൽ 2 ആണ്. ഓക്കെ, sec 45 √2 ആണ്. അപ്പോൾ sec സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ 3 × 2 tan 45 1 ആണ്. അപ്പോൾ വാല്യൂസ് എല്ലാം അവിടെ പറഞ്ഞിട്ടുണ്ട്. വാല്യൂസ് ഒക്കെ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ആ ബേസ് ക്ലാസ്സുകളിൽ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ 3 × 6 പ്ലസ് tan റേസ് ടു 6 തീറ്റ എന്ന് പറഞ്ഞാൽ 45 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ 1 മൈനസ് sec റേസ് ടു 6 തീറ്റ എന്ന് പറഞ്ഞാൽ √2 റേസ് ടു 6 ആണ്. തീറ്റയ്ക്ക് 45 എടുക്കുമ്പോൾ √2 റേസ് 6 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 6 1/3 × 6 ആണ്. 2 റേസ് ടു 1/2 × 6 ആണ്. അതായത് 2ന്റെ ക്യൂബ് ആണ്. അപ്പോൾ എത്ര വരും? 8 എന്ന് വരും. ഓക്കെ, അതൊക്കെ GD ആദ്യം മുതലുള്ള ക്ലാസ്സിൽ കണ്ടുവന്നിട്ടുള്ളവർക്ക് ഇതെല്ലാം സെറ്റ് ആയിരിക്കും. അപ്പോൾ 6 1 7 7 - 8 എന്ന എത്രയാണ് ആൻസർ? 7 - 8 നമുക്ക് -1 ആൻസർ കിട്ടും. ഇതെന്ത് ചെയ്യാം? വേഗത്തിൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ. അടുത്ത സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ മൈനസ് 1 - 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഈ സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ the whole square minus 2 sin square theta cos square theta. ഈ sin square theta plus cos square theta എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ആണ്. 1 square minus 2 sin square theta cos square theta. അതായത് 1 minus 2 sin square theta cos square theta. അത് തന്നെയാണ് അടിയിൽ എഴുതിയിരിക്കുന്നത്. 1 minus 2 sin square theta cos square theta. ഇത് രണ്ടും വെട്ടിപ്പോയി നമുക്ക് എത്ര കിട്ടും? 1 എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇത് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതെന്ത് വേണ്ട? പേന വേണ്ട. ഇത് നിങ്ങൾ പഠിക്കാൻ പറഞ്ഞിട്ടുള്ള ഒരു ഫോർമുലയാണ്.
സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റയും അതിനകത്ത് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സൈൻ റേസ് ടു 6 തീറ്റ പ്ലസ് കോസ് റേസ് ടു 6 തീറ്റ അതും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈൻ റേസ് ടു 4 തീറ്റ പ്ലസ് കോസ് റേസ് ടു 4 തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ് 1 - 2 സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് തന്നെ. അപ്പോൾ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ എന്ത് ചെയ്യാം, ഇതും പെൻ ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത 4 ക്വസ്റ്റ്യനും എന്താണ് പെൻ ഫ്രീ ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻസ് എന്തായിരിക്കും, പെൻ ഫ്രീ ആയിരിക്കും. ഓക്കെ, 1 + tan 5/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 30 ആണ്. അപ്പോൾ tan 30 1/√3 ആണ്. അപ്പോൾ 1 + 1/√3 എന്ന് പറയുമ്പോൾ 1 + √3 + 1. അപ്പോൾ അതൊക്കെ മൈൻഡിൽ നിങ്ങൾ ഇമാജിൻ ചെയ്യാൻ പറ്റണം. ഇത് എഴുതി ചെയ്യാൻ എല്ലാവർക്കും പറ്റും. 1 + tan ചിലപ്പം ഇങ്ങനെ എഴുതുന്ന ആൾക്കാരുണ്ട്, tan 30 എന്നിട്ട് 1/√3 എഴുതി പിന്നെ സോൾവ് ചെയ്ത് അങ്ങനെയൊക്കെ എഴുതേണ്ട ആവശ്യമുണ്ട്. നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇങ്ങനെ ഒരാൾ കാണിച്ചു തന്നാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യത്തുള്ളൂ, ഇതേപോലെ ചെയ്യത്തുള്ളൂ. അപ്പോൾ എൻ്റെ കമൻറ്റുകളിൽ നിങ്ങൾ പറയും ഇതേപോലത്തുള്ള ക്ലാസ് നിങ്ങൾക്ക് എവിടെയും കിട്ടിയിട്ടില്ല. അത് നിങ്ങൾ സത്യമാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല ഇതേപോലത്തെ ക്ലാസ്സുകൾ, ഇനി കിട്ടാനും പോകുന്നില്ല. ഓക്കെ, അപ്പോൾ 1 + tan 30 എന്ന് വെച്ചാൽ 1 + 1/√3. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, 1/√3. ഇപ്പോൾ √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും +1. അപ്പോൾ √3 + 1/√3 വരും. ഇവിടെ 1 - 1/√3, അതായത് √3 - 1/√3 വരും. ഈ √3 ഇവിടെ ഉണ്ട്, √3 ഇവിടെ ഉണ്ട്. എഴുതി ചെയ്യുന്നവർക്ക് അത് എഴുതി നോക്കാം. ഓക്കെ, എഴുതുന്നവർക്ക് അത് എഴുതി നോക്കാം. ഇത് ക്രാഷ് കോഴ്സാണ്. ഓക്കെ, അപ്പോൾ 1 + √3/1 - √3. 1 + √3/1 - √3 എന്ന് പറഞ്ഞാൽ എന്ത് വരും, 1 + √3/1 - √3. അപ്പോൾ മേളിലും താഴെ എന്തുകൊണ്ട് ഗുണിക്കണം, 1 - √3 ഉണ്ട്, 1 + √3 കൊണ്ട് ഗുണിക്കണം. കോഞ്ചുഗേറ്റ് ഉണ്ട്. ഞാനത് മൈൻഡിൽ പറയുവാണ്, മൈൻഡിൽ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല. 1 + √3 ദ ഹോൾ സ്ക്വയർ ഞാൻ എഴുതി കാണിച്ചു തരാം. 1 + √3 കൊണ്ട് മേളിൽ താഴെ ഗുണിക്കുക. അപ്പോൾ മേളിൽ 1 + √3 ദ ഹോൾ സ്ക്വയർ വരും. ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും, 1 - √3 × 1 + √3, അതായത് 1² - √3 സ്ക്വയർ. അത് നമുക്ക് എന്ത് വരും, 2 എന്ന് വരും അല്ലേ. 2 - 2 വരും, -2 വരും. അതെ, -2 അല്ലേ വരുന്നത്, അതെ -2 വരും. ഓക്കെ, നമുക്ക് നോക്കാം. ഇവിടെ 1 + √3/1. ഓക്കെ, √3 - 1 വരുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റാണ്. √3 + 1/√3 - 1 കറക്റ്റാണ്. അപ്പോൾ പിന്നെ പെൻ എടുക്കേണ്ട ആവശ്യമില്ല അവിടെ. ഓക്കെ, യെസ്, സുഖമാണ്. -1 എന്ന് വെച്ചു. അപ്പോൾ ഇവിടെ √3 + 1 ഇവിടെ √3 - 1 കണ്ടോ. ആദ്യം √3 എഴുതുന്നത്, √3 + 1 √3 - 1 √3 വെട്ടിപ്പോയി. മേളിൽ താഴെ √3 + 1 കൊണ്ട് ഗുണിക്കുക. മേളിൽ എന്ത് വരും, √3 + 1 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ താഴെ √3 + 1 × √3 - 1, അതായത് √3 സ്ക്വയർ a² - b². √3 സ്ക്വയർ 3 3 - 1 2 എന്ന് കിട്ടും. ഡിവൈഡഡ് ബൈ 2 ആണ്. അപ്പം √3 + 1 ഹോൾ സ്ക്വയർ എന്താ, a² 1, √3 സ്ക്വയർ 3 1 3 4 2√3 2ab 2√3. അപ്പോൾ അടിയിലത്തെ 2 കൊണ്ട് കിട്ടുമ്പോൾ 2 + √3 ഓപ്ഷൻ സി. ഇത് എന്ത് ചെയ്യാം, പേന എടുക്കാൻ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്, പെൻ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന ഇത് ഒരുപാട് ടൈപ്പ് വന്നിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, 1 + √3/1 - √3 ആണ്. അപ്പോൾ ഈ അടിയിലത്തുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ ഒന്നിലും അടിയിൽ എന്തില്ല, റൂട്ട് ടൈം ഇല്ല. അപ്പോൾ മേളിലും താഴെ എന്ത് ചെയ്യണം, ഇതിൻ്റെ കോഞ്ചുഗേറ്റ് ആയിട്ടുള്ള 1 + √3 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 1 + √3 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ മേളിൽ എന്ത് വരും, 1 + √3 ഹോൾ സ്ക്വയർ a² 1 b² √3 സ്ക്വയർ 3. അപ്പോൾ 1 3 4 4 അധികം 2 √3 എന്ന് വരും. മേളിൽ വരും താഴെ a + b × a - b a² - b². ഇത് √3 - 1 ആണ് കേട്ടോ അല്ലേ. 1 - 1/√3 √3 - 1/√3 ആണ്. ഓക്കെ, അപ്പോൾ √3 - 1 √3 - 1 × √3 + 1 √3 + 1 എന്ത് വരും നമുക്ക്, കറക്റ്റാണ്. √3 - 1 √3 + 1 എന്ന് പറഞ്ഞാൽ a² - b². √3 സ്ക്വയർ 3 - 1 2. അപ്പോൾ 2 കൊണ്ട് ഇവിടെ ഇതെന്ന് പറഞ്ഞാൽ 4/2 + 2 √3/2 ആണ്. 4/2 2ഉം 2 √3/2 √3 എന്ന് വരും. 2 + √3 ആൻസർ കിട്ടും. പക്ഷേ ഇത്രയും കാര്യങ്ങൾ എഴുതി ചുമ്മാ നിങ്ങൾ സമയം കളയണോ, വേണ്ട. നിങ്ങൾക്ക് പെൻ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റും. എപ്പോഴാണ് നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, cos 48 വാല്യൂ വന്നിട്ടുണ്ട്. sec 48 - cot 42. അപ്പോൾ ഈ സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, കോസിൻ്റെ ഇൻവേഴ്സ് ആണ്. അതായത് n/m എന്ന് കിട്ടും മൈനസ് cot 42. cot 42 എന്ന് പറഞ്ഞാൽ എന്താണ്, tan 48 ആണ്. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതേ ഉള്ളൂ. a + b 90 ആണെങ്കിൽ tan തീറ്റയും cot തീറ്റയും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. a + b 90 ആക്കാൻ വേണ്ടി എന്ത് ചെയ്യണം, എത്ര വാല്യൂ വരണം നോക്കുക. 40 കൂട്ടിയാൽ 90 ആവും. അപ്പോൾ cot 42 എന്ന് പറയുന്നതും tan 48 എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പോൾ tan 48 എന്ത് വരും, ഇവിടെ tan തീറ്റ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. അപ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ നമുക്ക് ബേസ് എന്ന് പറഞ്ഞാൽ m ആണ്. അപ്പോൾ ബേസ് എന്ന് പറഞ്ഞാൽ m ആണ്. പെർപെൻഡിക്കുലർ എന്ത് കിട്ടും, √ ഹൈപ്പോട്ടനസിൻ്റെ സ്ക്വയർ മൈനസ് ബേസിൻ്റെ സ്ക്വയർ √ n² - m². നമുക്ക് എന്ത് കിട്ടും, m താഴെ കോമൺ ആയിട്ട് വരും. ഇതല്ല m താഴെ കോമൺ ആയിട്ട് വരും. മേളിൽ എന്ത് വരും, n - √ n² - m², n - √ n² - m². ഓപ്ഷൻ ഡി എന്ത് ചെയ്യാം, ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്താണ് പെർപെൻഡിക്കുലർ സ്ക്വയർ, ബേസിൻ്റെ സ്ക്വയർ, അതൊക്കെ ആ ഒരു ക്ലാസ്സിൽ, ബേസ് ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ക്ലാസ് ഈ ചാനലിൽ തന്നെ കിടക്കുന്നുണ്ട്. ഓക്കെ, കോട്ടയുടെ വാല്യൂ വന്നിട്ടുണ്ട്. ഓക്കെ, ഈ കോട്ട 5/4 ആണ്. വാട്ട് ഈസ് വാല്യൂ, 6 sec tan. അപ്പോൾ 6 ഇൻറ്റു കോട്ട തന്നിട്ടുണ്ടെങ്കിൽ 5/4. കോട്ട 5/4 ആണ്. ഇത് 5/4 എന്ന് പറഞ്ഞാൽ എന്താണ്, കോട്ട എന്ന് പറഞ്ഞാൽ ബേസ് ബൈ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ ആണ് ഇത്, ബേസ് ആണിത്. അപ്പോൾ സീക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, സീക്ക് എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടനസ് എന്ത് വരും, √ 5ന്റെ സ്ക്വയർ + 4ന്റെ സ്ക്വയർ √41 മേലെ വരുന്നുണ്ടോ, ഉണ്ട്. √41 ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ബൈ ബേസ് ആണ് സീക്ക് എന്ന് പറയുന്നത്. ബേസ് എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു tan എന്ന് പറയുമ്പോൾ എന്താണ്, tan എന്ന് പറയുമ്പോൾ പെർപെൻഡിക്കുലർ 4 ബേസ് 4/5 അല്ലേ, 4/5. ഓക്കെ, തിരിച്ചു വരും. ഓക്കെ, എന്ത് കിട്ടുന്നത്, 24 √41/25. 24
√45/25. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം ആൻസർ ഈസി ആയിട്ട് കൊടുക്കാം. സീക് തീറ്റ മൈനസ് കൊസീക് തീറ്റയുടെ വാല്യൂ 0. അതിൻ്റെ അർത്ഥം എന്താണ്? സീക് തീറ്റ ഈക്വൽ ടു കൊസീക് തീറ്റ. അപ്പോൾ സീക്കും കൊസീക്കും ഈക്വൽ ആവുന്ന അല്ലെങ്കിൽ സൈനും കോസും ഈക്വൽ ആവുന്ന തീറ്റയുടെ വാല്യൂ ഇതാണ് 45 ഡിഗ്രിയാണ്. അപ്പോൾ തീറ്റ അക്യൂട്ട് ആംഗിളാണ്, 90 കുറവാണ്. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് സീക് സ്ക്വയർ തീറ്റ പ്ലസ് കൊസീക് സ്ക്വയർ തീറ്റ? അപ്പോൾ സീക് തീറ്റ 45 ആണെങ്കിൽ സീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ആണ്. കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ 2 ആണ്. അതായത് സീക് 45ഉം കൊസീക് 45 എന്താണ്? √2 ആണ്. അപ്പോൾ 2 + 2 നമുക്ക് എന്ത് കിട്ടും? ആൻസർ 4 എന്ന് ആൻസർ കിട്ടും. സിമ്പിൾ ക്വസ്റ്റ്യൻ. ടാൻ എയുടെ വാല്യൂ വന്നിട്ടുണ്ട്. വാട്ട് ഈസ് വാല്യൂ കോസ് എ മൈനസ് സൈൻ എ ബൈ കോസ് എ പ്ലസ് സൈൻ എ? അപ്പോൾ ഒരുപാട് വട്ടം ചോദിക്കുന്ന ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇവിടെ കോസ് എ സൈൻ എ ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഗ്രി എല്ലാം സെയിം ആണ്. കോസ് ആണെങ്കിൽ ഇവിടെ സൈൻ ഉണ്ട്, പവർ ഒന്നും വ്യത്യാസമില്ല. അപ്പോൾ നമുക്ക് ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ ബൈ കോസ് ആണ്. സൈന് വരെ 3 കൊടുക്കാം, കോസിന് വരെ 4 കൊടുക്കാം. അപ്പോൾ 4 - 3 1 ഡിവൈഡ് ബൈ 4 + 3 7 1/7 ആൻസർ കൊടുക്കാം. അപ്പോൾ ഇവിടെ ചില വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഏതാണ്? ഇവിടെ ചിലപ്പോൾ കോസ് സ്ക്വയർ ആയി വരും, കോസ് സ്ക്വയർ ഇവിടെ സൈൻ സ്ക്വയർ വരും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് 3 4 എന്ന് വാല്യൂ കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ ഓരോ വാല്യൂ കണ്ടുപിടിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ 16 സീക് സ്ക്വയർ മൈനസ് 16 ടാൻ സ്ക്വയർ. 16 കോമൺ എടുത്താൽ സീക് സ്ക്വയർ മൈനസ് പേന എടുക്കേണ്ട ഓപ്ഷൻ സി ആണ്. സീക് സ്ക്വയർ മൈനസ് സീക് സ്ക്വയർ മൈനസ് ടാൻ സ്ക്വയർ. സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ 1 ആണ്. അതുപോലെ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ്, അപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്, മൈനസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ 16 നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇനി നമുക്ക് CHSൽ നിങ്ങൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം ഒന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഓക്കെ നോക്കാം. കോട്ട് തീറ്റയുടെ വാല്യൂ വന്നിട്ടുണ്ട് 9/17. വാട്ട് ഇസ് വാല്യൂ ഓഫ് കൊസീക് സ്ക്വയർ തീറ്റ? അപ്പോൾ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ ബേസ് ബൈ പെർപെൻഡിക്കുലർ 17 9. ഓക്കെ കോട്ട് തീറ്റ ഇതാണ്. അപ്പോൾ കൊസീക് സ്ക്വയർ തീറ്റ ആണ്. അപ്പോൾ 17 9 വരുന്ന ഏതുണ്ട്? നമ്മുടെ മൾട്ടിപ്പിൾ. യെസ്, നോക്കാം 17 9 ആണ്. അങ്ങനെയാണെങ്കിൽ കൊസീക് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ ഹൈപ്പോട്ടന്യൂസ് ബൈ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ പെർപെൻഡിക്കുലർ നമുക്കറിയാം, പെർപെൻഡിക്കുലർ എത്രയാണ്? 17 ആണ്. അപ്പം ഇതിൻ്റെ സ്ക്വയർ വരുമ്പോൾ എന്ത് വരും? സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ക്വയർ ആണ്. അപ്പോൾ താഴെ പെർപെൻഡിക്കുലർ സ്ക്വയർ 17 സ്ക്വയർ 289 താഴെ വരും. മേളിൽ എന്ത് വരും? ഹൈപ്പോട്ടന്യൂസ് വേണം. അപ്പോൾ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്? √ഓഫ് ബേസിൻ്റെ സ്ക്വയറും പെർപെൻഡിക്കുലർ സ്ക്വയറും 81 289 289 81 എത്രയാണ് ഇത് വരുന്നത്? 90 170 370 √370 വരും. √370 സ്ക്വയർ എന്നുവെച്ചാൽ 370 അല്ലേ? √370 ആണ് നമ്മുടെ ഹൈപ്പോട്ടൻസ്. അതിൻ്റെ സ്ക്വയർ ഡിവൈഡഡ് ബൈ 289. ഇതാണ് ആൻസർ. 1 ബാക്കി 11 70 81/289. ഓപ്ഷൻ ഡി. കുറച്ച് വ്യത്യാസമാണേ ഉള്ളൂ, ബാക്കിയെല്ലാം സിമ്പിൾ നിങ്ങളുടെ ട്രിഗ്നോമെട്രി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കോസ് തീറ്റ ബൈ ഇങ്ങനെ തന്നിട്ടുണ്ട്. ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് കോസ് കോമൺ എടുക്കാം. കോസിന് ഞാൻ സീന്ന് എഴുതിയുള്ളൂ. ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സീക് തീറ്റ +1 ഇൻറ്റു സീക് തീറ്റ -1 +1 -1 പോയി 2 സീക് തീറ്റ വരും മേളിൽ ഡിവൈഡ് ബൈ സീ സ്ക്വയർ തീറ്റ -1. അപ്പോൾ സീക് സ്ക്വയർ തീറ്റ -1 എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻ സ്ക്വയർ തീറ്റ ആണ്. ടാൻ സ്ക്വയർ എന്ന് വരും. അപ്പോൾ കോസും സീക്കും കൂടെ എന്തായി? കോസ് തീറ്റ ഇൻറ്റു സീക് തീറ്റ 1 ആണ്. അപ്പോൾ 2/ടാൻ സ്ക്വയർ തീറ്റ 1/ടാൻ സ്ക്വയർ തീറ്റ കോഡ് സ്ക്വയർ തീറ്റ ആണ് 2 കോഡ് സ്ക്വയർ തീറ്റ. അപ്പോൾ ഇത്രയാണ് ഞാൻ എഴുതുന്നത്. ഇത്രയായിരിക്കണം. നിങ്ങൾ എത്രത്തോളം കുറച്ച് എഴുതുന്നു. ഇവിടെ ഞാൻ കോസ് എന്ന് എഴുതിയില്ല, ഇവിടെ സീക്ക് എന്ന് എഴുതിയില്ല, ഇവിടെ ടാൻ എന്ന് എഴുതിയില്ല. അത്രയും സമയം ലാഭിച്ചു. ബാക്കി കുറേ സ്റ്റെപ്പ് എന്ത് ചെയ്തു? നമ്മൾ മൈൻഡിൽ ചെയ്തു. സ്റ്റെപ്പ് സ്കിപ്പിംഗ് എന്ന് പറയുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ട്രിഗ്നോമെട്രി ഓൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റേഴ്സിൽ. അപ്പോൾ അതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫൗണ്ടേഷൻ ബാച്ച് നമ്മളുടെ ആപ്ലിക്കേഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വേണം അങ്ങനെ നന്നായിട്ട് പഠിക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും പഠിക്കാം. ഓക്കെ, ഈ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരിക എന്നുള്ളതാണ് ഈ ഒരു ക്രാഷ് കോഴ്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. മാക്സിമം നന്നായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോവുക. എല്ലാ ചാപ്റ്റേഴ്സിലെയും ക്വസ്റ്റ്യൻസ് നിങ്ങളെ പരിചയപ്പെടുത്തിയിരിക്കും. എല്ലാ ചാപ്റ്ററിലെയും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് അടിപൊളിയായിട്ട് ചെയ്യുന്നതെന്നും നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, നിങ്ങൾ ഇതിൻ്റെ ചാനലിലെ കമൻറ്റ് മാത്രം എടുത്ത് നോക്കിയാൽ മതി നമ്മുടെ ക്ലാസ്സുകൾ എത്രത്തോളം ഉപകാരമാവുന്നു എന്നുള്ളത്. പക്ഷേ ക്ലാസ്സുകൾ കാണുന്നവരുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അത് കാണുന്നവർക്ക് അതിൻ്റെ ഗുണം അറിയാം. അത് എക്സാമിന് ഉപയോഗിക്കുക തന്നെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ അല്ലാത്തവർ മാക്സിമം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സീരിയസ് ആയിട്ട് എല്ലാ ക്ലാസ് കാണാൻ നോക്കുക. ഓരോ ക്ലാസ്സിലും അത്രമാത്രം പുതിയ കാര്യങ്ങളും അത്രമാത്രം എക്സ്പീരിയൻസുകളും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നന്നായിട്ട് എക്സാംസ് ഒക്കെ എഴുതാൻ പറ്റട്ടെ. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. നമ്മുടെ കേരളത്തിൽ നിന്നും ഒരുപാട് പേര് സെൻട്രൽ ഗവൺമെൻറ് ജോലിയിലോട്ട് വരണം. ഒരുപാട് നല്ല ജോലികളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. നമ്മുടെ കേരള PSC പോലെയല്ല, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ആനുകൂല്യങ്ങളും എല്ലാ കാര്യങ്ങളും ഉണ്ട്. എല്ലാം സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. നന്നായിട്ട് പഠിച്ച് നിങ്ങളുടെ സ്വപ്ന ജോലിയിലോട്ട് എത്തുക. നമ്മുടെ ചാനൽ എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.